കാട്ടാക്കട മണ്ഡലത്തിലെ വിളപ്പിൽശാലയിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു സ്റ്റേഡിയം നിർമ്മിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്, BJP നോർത്ത് ജില്ലാ പ്രസിഡന്റ് മുക്കപ്പാലമൂട് ബിജു, വിളപ്പിൽശാല പഞ്ചായത്ത് പ്രസിഡന്റും അടങ്ങുന്ന സംഘം കോർപ്പറേഷൻ നൽകിയ കത്തിനെ തുടർന്ന് മേയർ VV രാജേഷും കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ MR ഗോപൻ, കരമന അജിത്ത്, ചെമ്പഴന്തി ഉദയൻ തുടങ്ങിയവർ അടങ്ങുന്ന സംഘം വിളപ്പിൽശാല സന്ദർശിക്കുന്നു. കഴിഞ്ഞ ദിവസം വിളപ്പിൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ, അതായത് ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷ ശ്രീമതി സൗമ്യയുടെയും വൈസ് പ്രസിഡന്റ് CS അനിലിൻ്റെയും അതേപോലെ BJPയുടെ നിയോജകമണ്ഡലം പ്രസിഡന്റ് ശ്രീ ദീപക്, ജില്ലാ അധ്യക്ഷൻ ശ്രീ മുക്കമ്പാലമൂട് ബിജു എന്നിവരുടെ നേതൃത്വത്തിൽ ഒരു സംഘം തിരുവനന്തപുരത്ത് പോയി തിരുവനന്തപുരം നഗരസഭ മേയർ ബഹുമാന്യനായ ശ്രീ VV രാജേഷിനെ കാണുകയുണ്ടായി. അതായത് വിളപ്പിൽ പഞ്ചായത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഉടമസ്ഥതയിലുള്ള 48 ഏക്കർ ഭൂമിയിൽ മാർക്സിസ്റ്റ് പാർട്ടി കേരളം ഭരിച്ചിരുന്ന സമയത്ത് അവർ ഒരു ചവറ് ഫാക്ടറി സ്ഥാപിക്കുകയുണ്ടായി. ആ ചവറ് ഫാക്ടറി ഈ വിളപ്പിൽ പഞ്ചായത്തിലെ ജനങ്ങൾക്ക് മാത്രമല്ല, ഈ നിയമസഭാ നിയോജക മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തിലെ ജനങ്ങൾക്കും മാരക രോഗങ്ങളും മാറാരോഗങ്ങളും നൽകുകയുണ്ടായി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പഞ്ചായത്തിൽ ഒരു ബഹുജന പ്രക്ഷോഭം ഉയർന്നു വന്നു. സർവകക്ഷി നേതൃത്വം നൽകിയിട്ടുള്ള ബഹുജന പ്രക്ഷോഭം ഉയർന്നു വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജനകീയ ഇടപെടലുകളും അതുപോലെ കോടതിയുടെ ഇടപെടലുകളും ഉണ്ടായി. ഏറ്റവും ഒടുവിൽ ആ ചവറ് ഫാക്ടറി മാർക്സിസ്റ്റ് പാർട്ടി തീരാ ദുരിതമായിട്ട് വിളപ്പിൽ പഞ്ചായത്തിലെയും കാട്ടാക്കട നിയമസഭാ മണ്ഡലത്തിലെയും ജനങ്ങൾക്ക് നൽകിയ ഈ ചവറ് ഫാക്ടറി അടച്ചുപൂട്ടി. പക്ഷേ തിരുവനന്തപുരത്ത് പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നു. ശ്രീമാൻ VV രാജേഷ് മേയറായി ചുമതലയേറ്റെടുത്തു. അതിനുശേഷം വിളപ്പിൽ പഞ്ചായത്തിലും ശ്രീമതി സൗമ്യയുടെയും CS അനിലിൻ്റെ നേതൃത്വത്തിൽ പുതിയ ഭരണസമിതി വന്നു. അതിനുശേഷമാണ് ഈ സന്ദർശനമുണ്ടായത്. സന്ദർശനത്തിൽ ആവശ്യപ്പെട്ടത് ഈ 48 ഏക്കർ ഭൂമിയിൽ ഒരു നിശ്ചയ സ്ഥലം വിളപ്പിൽ ഗ്രാമപഞ്ചായത്തിന് നൽകുകയാണെങ്കിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു കളിസ്ഥലം ഇവിടെ നിർമ്മിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അത് വിളപ്പിൽ പഞ്ചായത്തിലെയും കാട്ടാക്കട നിയമസഭാ മണ്ഡലത്തിലെയും വികസനത്തിന് ആക്കം കൂട്ടും, കായിക പ്രേമികളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നു മാത്രമല്ല, കേരളത്തിലെയും ഇന്ത്യയിലെയും കായിക പ്രേമികൾക്ക് പ്രയോജനകരമാകുന്ന രീതിയിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു സ്റ്റേഡിയം പണിയാനാണ് ഇവർ നിവേദനം നൽകിയത്. ഇതിനോട് അന്ന് ബഹുമാന്യനായ മേയർ ഈ നിവേദനം വായിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പഞ്ചായത്തിൽ മാത്രമല്ല മുഴുവൻ കേരളത്തിനും മുഴുവൻ നമ്മുടെ സംസ്ഥാനത്തിനും അവിടെ കായിക പ്രേമികൾക്ക് ഗുണകരമാകുന്ന പ്രയോജനകരമാകുന്ന ഈ അന്താരാഷ്ട്ര സ്റ്റേഡിയം എന്നുള്ള ഒരു സങ്കല്പത്തെ സംബന്ധിച്ച് അദ്ദേഹം അന്ന് അതിനെക്കുറിച്ച് ചർച്ച ചെയ്തു. പക്ഷേ സ്ഥലം സന്ദർശിച്ച് അതിൻ്റെ സാങ്കേതികമായിട്ടുള്ള മറ്റു കാര്യങ്ങളും കൂടി അവർ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ സ്ഥലം സന്ദർശിക്കാം എന്ന് അദ്ദേഹം ഉറപ്പ് നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ബഹുമാന്യനായ മേയറും അതുപോലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായിട്ടുള്ള ശ്രീ MR ഗോപൻ, അതേപോലെ തന്നെ കരമന അജിത്ത്, അതേപോലെ ചെമ്പഴന്തി ഉദയൻ ഇവിടെ ഈ ഭാഗത്തുണ്ട്. ഇവരെല്ലാം ചേർന്ന് അവിടുത്തെ ബഹുമാന്യനായ മേയർ മാത്രമല്ല സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും ചേർന്നിട്ടാണ് ഇന്ന് ഈ സ്ഥലം സന്ദർശിച്ചത്. അവർ സ്ഥലമൊക്കെ കൊണ്ട് പരിശോധിച്ചു. മാത്രമല്ല ബന്ധപ്പെട്ട രേഖകളും അവർ പരിശോധിച്ചിട്ടുണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സന്ദർശനം. ബാക്കി കാര്യങ്ങളെ സംബന്ധിച്ച് ബഹുമാന്യനായ മേയർ നമ്മളോട് സംസാരിക്കും. കൃഷ്ണദാസ് പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസം അദ്ദേഹവും ഈ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റ് ശ്രീമതി സൗമ്യയും അതോടൊപ്പം തന്നെ വൈസ് പ്രസിഡന്റ് ശ്രീ CS അനിൽ, BJPയുടെ ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ മുക്കമ്പാലമൂട് ബിജു ഉൾപ്പെടെയുള്ളവർ തിരുവനന്തപുരം കോർപ്പറേഷനിൽ വന്നിരുന്നു. ഈ കോർപ്പറേഷൻ്റെ ഉടമസ്ഥതയിലുള്ള ഈ സ്ഥലം നാടിന് പ്രയോജനപ്പെടുന്ന തരത്തിൽ ഉള്ള നിലപാടുകൾ സ്വീകരിക്കണം എന്ന് അവർ ആവശ്യപ്പെട്ടിരുന്നു. അതിന് ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായിട്ടുള്ള
ശ്രീ ചെമ്പഴന്തി ഉദയൻ, അതോടൊപ്പം തന്നെ കരമന അജിത്ത്, ശ്രീ MR ഗോപൻ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ ഞങ്ങളൊരു ടീം ഇവിടെ വന്ന് ഈ സ്ഥലവും സന്ദർശിച്ചത്. വിവിധ വികസന പദ്ധതികൾക്ക് ഈ സ്ഥലം പ്രയോജനപ്പെടുത്തുന്നതിനെക്കുറിച്ചുള്ള ചർച്ച സജീവമായിട്ട് ഉയർന്നു വരികയാണ്. തീർച്ചയായിട്ടും കോർപ്പറേഷൻ ഉടമസ്ഥയിലുള്ള സ്ഥലം നാടിന് പ്രയോജനം ചെയ്യുന്ന നമ്മുടെ വരാൻ പോകുന്ന തലമുറകൾക്കുൾപ്പെടെ ഗുണം ചെയ്യുന്ന തരത്തിൽ എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എന്ന് ഉദ്യോഗസ്ഥരുമായിട്ടും ബന്ധപ്പെട്ട ഘടകങ്ങളുമായിട്ടൊക്കെ സംസാരിച്ചതിന് ശേഷം ഞങ്ങൾ മറുപടി അറിയിക്കും.